ഹായ് ഓൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സി-ടെറ്റ് പേപ്പർ 1 EVS പോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ടോപ്പിക്സിലും വരുന്ന ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് വൺ ആഫ്റ്റർ ദി അതർ എന്നുള്ള രീതിയിൽ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഷെയർ ചെയ്യാം. അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വിത്ത് എക്സ്പ്ലനേഷൻ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. കാരണം PYQs നോക്കുന്ന സമയത്ത് അറിയാം പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരേ മേഖലയിൽ നിന്ന് തന്നെ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ PYQs നോട്ട് ചെയ്യുക വഴി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. ഓൾസോ നിങ്ങൾക്ക് ഏത് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷനിൽ നിന്നുള്ള മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ റീസെൻ്റായിട്ട് നടന്ന സി-ടെറ്റ് എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എൻവിറോൺമെൻറ്റ് ഇൻ EVS മീൻസ്, അതായത് നമുക്കറിയാം EVS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് അല്ലേ. അപ്പോൾ അതിൽ എൻവിറോൺമെൻറ്റ് എന്നുള്ള ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഓപ്ഷൻസ് പറയുന്നത്? എ മാൻമെയ്ഡ് എൻവിറോൺമെൻറ്റ്, ബി നാച്ചുറൽ എൻവിറോൺമെൻറ്റ്, സി സോഷ്യൽ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡി കൾച്ചറൽ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു EVS എന്നുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് സോഷ്യൽ എൻവിറോൺമെൻറ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സയൻസ് മാത്രം സോഷ്യൽ അല്ലെങ്കിൽ സയൻസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നില്ല. അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ നാച്ചുറൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് അങ്ങനെയൊന്നും നമ്മൾ പഠിക്കുന്നില്ല. എല്ലാം കൂടെ ഉൾപ്പെടുന്നത് ഈ ഒരു എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ്, ഒരു കമ്പൈൻഡ് ഫോമാണ് എന്താ ഈ ഒരു എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ എല്ലാം ഉൾപ്പെടും നമ്മുടെ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ആ ഒരു കുട്ടി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ തരത്തിലുള്ള എൻവിറോൺമെൻറ്റും, അതിപ്പോൾ നാച്ചുറൽ ആവാം, മാൻമെയ്ഡ് ആവാം, ദെൻ സോഷ്യൽ ആവാം, കൾച്ചറൽ ആവാം, അങ്ങനെ എല്ലാ തരം എൻവിറോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യവും ആ കുട്ടി പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നത് EVS എന്നുള്ള സബ്ജക്റ്റിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് എല്ലാ എൻവിറോൺമെൻറ്റ്സും, അതായത് ഈ മാൻമെയ്ഡ് എൻവിറോൺമെൻറ്റ്, സോഷ്യൽ എൻവിറോൺമെൻറ്റ്, നാച്ചുറൽ എൻവിറോൺമെൻറ്റ്, കൾച്ചറൽ എൻവിറോൺമെൻറ്റ്, ഇതെല്ലാം തന്നെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക? ഫോർത്ത് വണ്ണാണ് ആൻസർ വരിക. A, B, C ആൻഡ് D. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇതൊരു മാപ്പ് റീഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, മാപ്പ് റീഡിങ് ആക്ടിവിറ്റി ഇൻ EVS ക്ലാസ്സസ് ഡെവലപ്സ് സർട്ടൻ എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഇൻ പ്രൈമറി സ്റ്റുഡൻസ്. ദോസ് ആർ, അതായത് ഈ മാപ്പ് റീഡിങ് എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് പ്രൈമറി ക്ലാസ്സിലുള്ള കുട്ടികളിൽ ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പ്ലേസസ്, ഓരോ പ്ലേസസിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ഡയറക്ഷൻ ഓഫ് പ്ലേസസ്, ഓരോ പ്ലേസസിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് സിമ്പിൾസ് ആൻഡ് സ്കെയിൽസ്, സിമ്പിൾസും സ്കെയിൽസും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മാപ്പ് റീഡ് ചെയ്യുമ്പോൾ അതിൽ പല സിമ്പിൾസ് ഉണ്ടായിരിക്കും, പല സ്കെയിലായിരിക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, അതായത് D സ്റ്റേറ്റ്മെൻറ്റ്, ഡ്രോയിങ് പ്രിസൈസ്ലി അക്കോർഡിംഗ് ടു ദി സ്കെയിൽ മാപ്പ്, സ്കെയിൽ മാപ്പിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രോ ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേതായിരിക്കും ആൻസറായിട്ട് വരിക? മാപ്പ് റീഡിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ല് ഇതിലേതൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ ഉണ്ട് അല്ലേ, അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പ്ലേസസ് എന്ന് പറയുന്നത്, അതുണ്ട്. റിലേറ്റീവ് പൊസിഷൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഡയറക്ഷൻസ് ഓഫ് പ്ലേസസ്, ഓരോ പ്ലേസസിൻ്റെ ഡയറക്ഷൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് സിമ്പിൾസ് ആൻഡ് സ്കെയിൽസ്, അത് ശരിയാണ് അല്ലേ. മാപ്സിൽ പല സിമ്പിൾസ് സ്കെയിൽസ് ഉണ്ടാവും, അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്.
ബട്ട് ഡ്രോയിങ് പ്രിസൈസ്ലി അക്കോർഡിംഗ് ടു ദി സ്കെയിൽ മാപ്പ് അനുസരിച്ച് ചിത്രം അതുപോലെ തന്നെ മാപ്പിനെ വരയ്ക്കാനാണോ ഈ ഒരു മാപ്പ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലല്ലേ. മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ് കുട്ടികൾ അത് നോക്കി എന്താണ് മനസ്സിലാക്കിയെടുക്കുകയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ ഡ്രോ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? എ, ബിയും സിയും. ഏത് ഓപ്ഷനാണ്? ഫസ്റ്റ് വൺ അല്ലേ. എ, ബി ആൻഡ് സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എലിഫൻറ്റ് ഹേർഡ് ഫ്രം ദി ഫോളോയിങ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ മാപ്പ് റീഡിങ്ങിനെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ എലിഫൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ആനിമൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന എലിഫൻസിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എലിഫൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാൻ ശേഷം ഞാൻ എലിഫൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുക? അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫീമെയിൽ എലിഫൻറ്റ് ലീവ് ഇൻ ഹേർഡ്. അതായത് ഫീമെയിൽ എലിഫൻസ് കൂട്ടമായിട്ടാണ് ജീവിക്കാറുള്ളതെന്ന്. എ ഹേർഡ് ഹാസ് അബൌട്ട് 20 to 25 ഫീമെയിൽ എലിഫൻറ്റ്സ് ആൻഡ് ദെയർ യങ് വൺസ്. അതായത് ഒരു ആനക്കൂട്ടത്തിൽ ആൾമോസ്റ്റ് 20 to 25 നമ്പർ ഓഫ് ഫീമെയിൽ എലിഫൻറ്റ്സ് ഉണ്ടായിരിക്കും. മാത്രമല്ല അവരുടെ യങ് വൺസും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, മെയിൽ എലിഫൻറ്റ്സ് ലീവ് ഇൻ ഹേർഡ് ടിൽ ദേ ആർ 14 to 15 years old. അതായത് ഒരു മെയിൽ എലിഫൻറ്റിന് 14 തൊട്ട് 15 വയസ്സ് വരെയുള്ള അവർ ഈ ഒരു ആ ഹേർഡിൻ്റെ കൂടെ യങ് വൺസ് ആയിട്ട് ജീവിക്കുക. അതിന് ശേഷം അവരെന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പോകുന്ന പറയുന്നത്. ഇനി അടുത്തത് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, മെയിൽ എലിഫൻറ്റ്സ് ഓഫ് മോർ ദാൻ 15 years ഓഫ് ഏജ് ലീവ് ദി ഹേർഡ് ആൻഡ് മൂവ് അറൗണ്ട് അലോൺ. അതായത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റിന്, അതായത് ഈ മെയിൽ എലിഫൻറ്റ്സ് എന്ത് ചെയ്യും? 15 വയസ്സിൽ കൂടുതലുള്ള മെയിൽ എലിഫൻറ്റ്സ് എന്ത് ചെയ്യും? ഈ ഒരു ഹേർഡിനെ ലീവ് ചെയ്യും. അതായത് അവർ 15 വയസ്സ് വരെ ആ ഹേർഡിൻ്റെ കൂടെ ഒരു ആനക്കൂട്ടത്തിൻ്റെ കൂടെ ജീവിച്ചിട്ട് 15 വയസ്സിന് ശേഷം അവർ ഒരു ഹേർഡ് ലീവ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആൻസർ ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ എലിഫൻറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ കൂട്ടമായിട്ടാണ് ജീവിക്കുക. പക്ഷേ ഈ കൂട്ടത്തിൽ ഫീമെയിൽ എലിഫൻറ്റ്സാണ് ഉണ്ടാവുക. ഓക്കെ, ഫീമെയിൽ എലിഫൻറ്റ്സ് അവർ കൂട്ടമായിട്ട് അവർ യങ് വൺസും ഉണ്ടാവും കേട്ടോ അവരുടെ കൂടെ. അപ്പോൾ ഇത്തരത്തിൽ കൂട്ടമായിട്ടാണ് അവർ ജീവിക്കുക. അപ്പോൾ ഈ കൂട്ടത്തിൽ മെയിൽ എലിഫൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈ മെയിൽ എലിഫൻറ്റ്സ് അപ് ടു 14 to 15 ഏജ് വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ആനക്കൂട്ടത്തിൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ. അതിനുശേഷം അവർ ഒറ്റയ്ക്കായിട്ട് ജീവിക്കാൻ പോകും. അതായത് ഈ ഒരു ഹേർഡിനെ ലീവ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകും. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഹേർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എബൌട്ട് 10 to 12 നമ്പർ ഓഫ് എലിഫൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഹേർഡിൽ ഉണ്ടാവുള്ളൂ. അതായത് ഈ ഒരു ഫീമെയിൽ എലിഫൻറ്റിൻ്റെ ഹേർഡിൽ എബൌട്ട് 10 to 12 എലിഫൻറ്റ്സ്, ഫീമെയിൽ എലിഫൻറ്റ്സും അവരുടെ യങ് വൺസും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 14 to 15 ഏജ് ആകുന്ന സമയത്ത് ഈ മെയിൽ എലിഫൻറ്റ്സ് അവരുടെ ഹേർഡ് വിട്ടിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകും. പിന്നെ ജനിക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എലിഫൻറ്റ് ജനിക്കുന്ന സമയത്ത് അറൗണ്ട് 90 kilogram വെയിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല അവരൊരു ദിവസം എബൌട്ട് 100 kilogram ഓഫ് എന്ത് കഴിക്കും? ഈ ലീഫി ആയിട്ടുള്ള ആ ഒരു പനമ്പട്ടയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ലീവ്സ് അവർ കഴിക്കും. ഓക്കെ, പാം ലീവ്സൊക്കെ അവർ കഴിക്കും. അതായത് ഇത്ര ഒരു ദിവസം തന്നെ 100 kilogram ആണ് അവർ കഴിക്കുന്നത്. ഓക്കെ, അത്ര. ദെൻ പിന്നെ എന്താ പറയാനുള്ളത്? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ എലിഫൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഈ മഡിലും അതുപോലെ തന്നെ വാട്ടറിലും കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ മഡിലും അതുപോലെ തന്നെ വാട്ടറിലും കളിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വയ്ക്കാം. ഇനിയും എലിഫൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരം നോക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഫീമെയിൽ എലിഫൻറ്റ്സ് ലീവ് ഇൻ ഹേർഡ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ. ദെൻ എ ഹേർഡ് ഹാസ് 20 to 25 ഫീമെയിൽ എലിഫൻറ്റ്സ് ആൻഡ് ദെയർ യങ് വൺസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനെന്താ പറഞ്ഞത്? 10 to 12 ഫീമെയിൽ എലിഫൻറ്റ്സ് മാത്രമേ ഒരു ഹേർഡിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കൂ, മെയിൽ എലിഫൻറ്റ്സ് ലീവ് ഇൻ ദി ഹേർഡ് ടിൽ ദെയർ ഏജ് ഓഫ് 14 to 15 year old. അതായത് 14 to 15 വയസ്സ് വരെ മാത്രമേ ഉള്ളൂ മെയിൽ എലിഫൻറ്റ്സ് ഈ ഒരു ഹേർഡിൽ ജീവിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇനി അടുത്തത്
male elephant of more than 15 years of age leave the herd and move around alone. അതായത് അതും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ് അല്ലേ. അറൗണ്ട് 15 ഇയേഴ്സ് ആവുന്ന സമയത്ത് ഈ മെയിൽ എലിഫൻസ് എന്ത് ചെയ്യും, ഈ ഒരു ഹേർഡിനെ വിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകും. അപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയാണ് ഈ ബേർഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും. ചില ബേർഡ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ വീവർ ബേർഡിനെ, ക്രോനൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം. അതുപോലെ ചില നമ്മുടെ മനുഷ്യന്മാരെക്കാളും 4 ഇരട്ടി സൈറ്റ് വിഷനുള്ള ചില ബേർഡ്സ് ഉണ്ട്, ലൈക്ക് വൾച്ചർ, ഈഗിൾ, അങ്ങനെയുള്ള കുറച്ച് ബേർഡ്സ്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ് പറയുന്നത്, ക്രോ ബിൽഡ്സ് നെസ്റ്റ് ഓൺ വെരി ലോ ബ്രാഞ്ചസ് ഓൺ എ ട്രീ. അതായത് ക്രോ എന്ന് പറയുമ്പോൾ കാക്ക അല്ലേ, കാക്ക എവിടെയാണ് നെസ്റ്റ് ഉണ്ടാക്കാറെന്ന് പറയുന്നത്, ഈ ബ്രാഞ്ചസിൻ്റെ ലോ ബ്രാഞ്ചസിൽ വരെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു കാക്ക നെസ്റ്റ് ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. കാക്ക ലോ ബ്രാഞ്ചസിൽ മാത്രമല്ല കേട്ടോ, കുറച്ച് ഹൈ ബ്രാഞ്ചസിലും കാക്കക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു നെസ്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. അവരുടെ നെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ കട്ടിയുള്ള ട്വിക്സും അതുപോലെ ഇങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ളതായിരിക്കും. അങ്ങനെയുള്ളത് കൂട്ടി വെച്ചാണ് അവർ നെസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. അതായത് ഈ ഒരു ട്രീസിൻ്റെ ലോ ബ്രാഞ്ചസ് തൊട്ട് ഹൈ ബ്രാഞ്ചസ് വരെ എന്ത് ചെയ്യാറുണ്ട്, അവർ ഇത്തരത്തിൽ അവരുടെ ഈ ഒരു ട്വിഗുകൾ കളക്ട് ചെയ്തുകൊണ്ട് നെസ്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബി പറയുന്നത് വീവർ ബേർഡ് സ്റ്റിച്ചസ് 2 leaves ടു മേക്ക് ഇറ്റ്സ് നെസ്റ്റ്. അതായത് വീവർ ബേർഡ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ബേർഡ്. അപ്പോൾ ആ ഒരു പേര് തന്നെ ഉണ്ടല്ലോ, വീവർ എന്ന് പറഞ്ഞാൽ വീവ് ചെയ്യുക, തുന്നിക്കൂട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെ വീവ് ചെയ്തുകൊണ്ടാണ് നെസ്റ്റുകൾ ഉണ്ടാക്കുന്നത് ഈ വീവർ ബേർഡ്. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ വീവർ ബേർഡിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ചെറിയ നാരുകൾ, ഗ്രാസുകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ കൂട് വീവ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, 2 ലീവ്സിനെ തമ്മിൽ കൂട്ടി തുന്നിയിട്ടാണ് അവരെന്തുണ്ടാക്കണം, അവരുടെ നെസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് കോഡ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന ഈ ഒരു കോഡിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നും മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, എ ആൻഡ് ബി ബോത്ത് ആർ കറക്റ്റ്. എയും ബിയും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, എ ആൻഡ് ബി ബോത്ത് ആർ റോങ്. എയും ബിയും റോങ് എന്ന് പറയുന്നു. തേർഡ് ഓപ്ഷൻ പറഞ്ഞു എ ഈസ് കറക്റ്റ് ബട്ട് ബി ഈസ് റോങ്. ശരിയല്ലേ, എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. ക്രോ ഇത്തരത്തിൽ ലോ ബ്രാഞ്ചസിലും അതുപോലെ ഹൈ ബ്രാഞ്ചസിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, അവരവരുടെ നെസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. വലിയ ട്വിക്സും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഉണ്ടാക്കാറുള്ളത്. ദെൻ വീവർ ബേർഡിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവർ ചെറിയ ഗ്രാസുകളും അതുപോലെയുള്ള ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല കംഫി ആയിട്ടുള്ള നെസ്റ്റുകളാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ പഞ്ഞികളും കാര്യങ്ങളൊക്കെ നിറച്ച് നല്ല കോംഫി ആയിട്ടുള്ള നെസ്റ്റുകളാണ് അവർ വീവ് ചെയ്തെടുക്കാറുള്ളത്. അല്ലാതെ 2 ഇലകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത് തുന്നിക്കൂട്ടിക്കൊണ്ടല്ല അവർ അവരുടെ വീടുകൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റുമാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക, തേർഡ് ഓപ്ഷനാണ് ഒരു ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു അസേർഷനും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റീസണും കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ ഒരു അസേർഷനും റീസണും നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് വായിച്ച് നോക്കാം. സ്റ്റോറീസ് ആൻഡ് നറേറ്റീവ്സ് ഹാവ് ബീൻ യൂസ്ഡ് ത്രൂ ഔട്ട് ദി EVS ടെക്സ്റ്റ് ബുക്സ്. അതിവിടെ പറയുന്നത് സ്റ്റോറീസും അതുപോലെ തന്നെ നറേറ്റീവ്സും ഒക്കെ ഈ ഒരു EVS ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉടനീളം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്താണ്, ഒബ്ജക്റ്റീവ് ഈസ് ടു, അതായത് ഇത്തരത്തിൽ കൊടുക്കാനുള്ളതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു സെൻസിറ്റൈസ് ദ ചൈൽഡ് സിൻസ് ഹി ഓർ ഷീ ക്യാൻ empathize with the characters in a story or narrative. Textbooks should sensitize the child to wide distances that exist within our country. അതായത് ഈ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് അവർക്കൊരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവർക്കത് നേരിട്ട് കണ്ട് അവർ ആ ഒരു പ്രശ്നത്തിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അവർ നേരിട്ട് അതിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടുകയാണ് ഇത്തരത്തിൽ സ്റ്റോറീസും അതുപോലെ തന്നെ നറേറ്റീവ്സും ഒക്കെ ഈ ഒരു EVS ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ അവർക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു അനുഭവം കിട്ടുകയാണ്. ഓൾസോ അവരതിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അവർക്ക് ആ ഒരു എമ്പത്തറ്റിക് ഫീലിംഗ് കൂടെ കൊണ്ടുവരാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു റീസണിൽ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ റീസൺ എന്താണ്, കറക്റ്റ് തന്നെയല്ലേ, ആണല്ലേ.
അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോറീസും നെറേറ്റീവ്സും വഴി നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളിലേക്കും കുട്ടികൾക്ക് ശ്രദ്ധ വരാനും അത് മനസ്സിലാക്കാനും അതിലുള്ള ക്യാരക്ടേഴ്സിനോട് എമ്പതി എന്ന് പറയുന്ന ഫീലിങ്സ് ഉണ്ടാവാനും എല്ലാം എന്താവും അതിനൊക്കെ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ പ്രകാരം ഈ അസേർഷനും അതുപോലെ തന്നെ അതിന് കൊടുത്തിരിക്കുന്ന റീസണും എന്താണ്, കറക്റ്റ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ബോത്ത് ദ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. അല്ലേ, അത് കറക്റ്റ് അല്ലേ, അത് തന്നെ ആയിരിക്കും ആൻസറായിട്ട് വരിക. കാരണം ഇവിടെ അസേർഷനും റീസണും എന്താണ്, കറക്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓൾസോ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു അസേർഷന് വളരെയധികം ആപ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് മെയിൻ ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്. അതായത് പ്ലാന്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്, ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടു പ്രൊഡ്യൂസ് ആൻഡ് സ്റ്റോർ ഫുഡ്. അതായത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത കൊടുത്തിട്ടുള്ളത് ബി സ്റ്റേറ്റ്മെൻറ്റ് ടു ഗീവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാന്റിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുന്നു. ദെൻ സി ഓപ്ഷൻ എന്താണ്, സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ടു ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. റൂട്ടിൽ നിന്നും പ്ലാന്റിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടും അതുപോലെ മിനറൽ ട്രാൻസ്പോർട്ടും നടത്തുന്നു. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്ലാന്റിന് ഓവറാളായിട്ട് പറയുകയല്ല ചെയ്യുന്നത്. പ്ലാന്റിന് ഏതോ ഒരു പാർട്ടിനെ സ്പെസിഫൈ ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത് അല്ലേ, ഏതൊക്കെയോ പാർട്ടുകളും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് പോലെയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം, ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റെം ഈസ് ഓർ ആർ. അതായത് ഇതിൽ സ്റ്റെമ്മിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ടു പ്രൊഡ്യൂസ് ആൻഡ് സ്റ്റോർ ഫുഡ്. അത് ചെയ്യുന്നുണ്ടോ സ്റ്റെമ്മ്? ഈ ഒരു ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന കാര്യം സ്റ്റെമ്മ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. പക്ഷെ നേരെ സെക്കൻഡ് ഓപ്ഷൻ നോക്കി നോക്കൂ, ടു ഗീവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാന്റിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുന്നില്ലേ സ്റ്റെമ്മ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, കറക്റ്റാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ കറക്റ്റാണ്. ദെൻ സി ഓപ്ഷൻ നോക്കൂ, ടു ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. അത് കറക്റ്റ് അല്ലേ, റൂട്ടിൽ നിന്ന് പ്ലാന്റിൻ്റെ മറ്റുള്ള പാർട്ടുകളിലേക്കൊക്കെ ലീവ്സിലേക്കും മറ്റു പാർട്ടുകളിലൊക്കെ ഈ ഒരു വാട്ടറിനെയും മിനറൽ, അതായത് റൂട്ട് വലിച്ചെടുത്തുള്ള വാട്ടറും മിനറലും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏതിൽ കൂടിയാണ്, ഈ സ്റ്റെമ്മിൽ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, കറക്റ്റാണ് അല്ലേ. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻസിൽ പെടുന്ന ആൻസർ ഇതിൽ ഏതൊക്കെയാണ്, ബിയും സിയും ആണ്. നോക്കൂ, അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഏതാണ്, ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ഓൺലി ബി ആൻഡ് സി അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പല ഭാഗങ്ങളുടെയും ഫങ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റെമ്മിൻ്റെ ചോദിച്ചു, അതുപോലെ തന്നെ റൂട്ടിൻ്റെ ചോദിക്കാറുണ്ട്, ലീഫിൻ്റെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ മാത്രമല്ല ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ഒക്കെ വ്യത്യസ്ത മോഡിഫിക്കേഷൻസ് റിലേറ്റ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എലിഫൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. അത് താഴെ തന്നിരിക്കുന്നതിൽ എലിഫൻസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു എലിഫൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗം ഒന്ന് എന്ത് ചെയ്യാം, നല്ലപോലെ ഒന്ന് നോക്കി പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എ 3 month old ബേബി എലിഫൻറ്റ് ജനറലി വെയ്സ് അബൌട്ട് 100 kg. 3 മാസമുള്ള ഒരു ബേബി എലിഫൻറ്റ് 100 കിലോഗ്രാം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞു, ആൻ അഡൾട്ട് എലിഫൻറ്റ് ക്യാൻ ഈറ്റ് മോർ ദാൻ 200 kilogram ഓഫ് ലീവ്സ് ആൻഡ് ട്വിഗ്സ് ഇൻ 1 day. അതായത് ഒരു ദിവസം തന്നെ 200 കിലോഗ്രാമിൽ കൂടുതൽ ലീവ്സും ട്വിഗ്സും ഒക്കെ ഈ ഒരു എലിഫൻറ്റിന് കഴിക്കാം, അഡൾട്ട് എലിഫൻറ്റിന് കഴിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ സി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എലിഫൻറ്റ്സ് ഡു നോട്ട് റെസ്റ്റ് വെരി മച്ച്. അധികമൊന്നും അവർ റെസ്റ്റ് ചെയ്യാറില്ല. ദേ സ്ലീപ്പ് ഫോർ ഓൺലി 2 to 4 hours ഇൻ എ ഡേ. ഒരു ദിവസം 2 to 4 മണിക്കൂർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവർ ഉറങ്ങുന്നുള്ളൂ. കൂടുതലായിട്ട് അവരെന്ത് ചെയ്യാറില്ല, റെസ്റ്റ് ചെയ്യാറില്ല. ദെൻ അതാണ് സി സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എലിഫൻറ്റ്സ് ലൈക്ക് ടു പ്ലേ വിത്ത് മഡ് ആൻഡ് വാട്ടർ. അവർക്ക് മഡും വാട്ടറും യൂസ് ചെയ്തിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുമല്ലേ, അതായത് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു കാര്യം കൂടെ ഞാനവിടെ പറയാൻ പറ്റിയിരുന്നു.
ഈ എലിഫൻസ് കൂടുതലായിട്ട് ഉറങ്ങാറില്ല. അത് അവരുടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിട്ടും കൂടെ അവരെന്ത് ചെയ്യാറില്ല, കൂടുതലായിട്ട് ഉറങ്ങാറില്ല. അറൗണ്ട് 2 to 4 ഹവേഴ്സ് മാത്രമേ ഒരു ദിവസം അവർ ഉറങ്ങാറുള്ളൂ. ഓക്കെ, പ്ലസ് സ്ലീപ്പിംഗ് ഹവേഴ്സാണ് എലിഫൻസിനുള്ളത്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അവിടെ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. 3 month old ബേബി എലിഫൻറ്റ് ജനറലി വെയ്സ് അബൌട്ട് 100 kg. പക്ഷേ സത്യത്തിൽ ജനിച്ചു വീഴുന്ന ഒരു എലിഫൻറ്റ് തന്നെ അറൗണ്ട് 90 kilogram ഓഫ് വെയിറ്റ് ഉണ്ട്. പിന്നെ 3 മാസം കഴിയുമ്പോൾ എന്തായാലും 10 കിലോ അല്ല കൂടുക, അതിലേറെ കൂടും അല്ലേ, നല്ല രീതിയിലൊരു ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് മനസ്സിലാക്കാം. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ആൻ അഡൽട്ട് എലിഫൻറ്റ് ക്യാൻ ഈറ്റ് മോർ ദാൻ 200 kilogram ഓഫ് ലീവ്സ് ആൻഡ് ട്വിഗ്സ് ഇൻ 1 day. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണല്ലേ. ഞാൻ പറഞ്ഞിരുന്നു 200 kilogram അല്ല, 100 kilogram ആണ് ഒരു എലിഫൻറ്റിന് ഒരു ദിവസം കഴിക്കാൻ കഴിയുന്ന ട്വിഗ്സിൻ്റെയും ലീവ്സിൻ്റെയും എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. എലിഫൻറ്റ്സ് ഡു നോട്ട് റെസ്റ്റ് വെരി മച്ച്. അവർ ഒരുപാടൊന്നും റെസ്റ്റ് ചെയ്യാറില്ല. ദേ സ്ലീപ്പ് ഫോർ ഓൺലി 2 to 4 hours ഇൻ എ ഡേ. ഓക്കെ, ഒരു ദിവസം 2 to 4 hours മാത്രമേ അവർ സ്ലീപ്പ് ചെയ്യാറുള്ളൂ. കാരണം അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. എലിഫൻറ്റ്സ് ലൈക്ക് ടു പ്ലേ വിത്ത് മഡ് ആൻഡ് വാട്ടർ. അതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്, സിയും ഡിയും ആണ് അല്ലേ. ഓപ്ഷൻസിൽ നോക്കൂ, സിയും ഡിയും ഏതാ വരുന്നത്, ഫോർത്ത് വൺ ആണ് അല്ലേ. ഫോർത്ത് വണ്ണ് സി ആൻഡ് ഡി ആണ് ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അഗെയിൻ നോക്കൂ, മാപ്പ് റീഡിങ്ങിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ. മാപ്പ് റീഡിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ബിക്കോസ് എനിക്ക് ഈ ഒരു ചോദ്യം കണ്ട് പരിചയമുള്ളതുകൊണ്ട് പറയാണ്. യു വാണ്ട് ടു എൻകറേജ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ഓൺ EVS. അത് കുട്ടികൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി കൊടുക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഏതാണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മാപ്പ് റീഡിങ് ഫ്രം എ ഗ്ലോബ്. സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് കളക്ടിങ് കോയിൻസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. ഡെവലപ്പിംഗ് ആൻഡ് തേർഡ് ഓപ്ഷൻ പറയുന്നത് ഡെവലപ്പിംഗ് ആൻ ഏരിയസ് കിറ്റ് ഫ്രം അവൈലബിൾ മെറ്റീരിയൽ. ദെൻ ഫോർത്ത് പറയുന്നത് ഡ്രോയിങ് പാർട്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാൻസ് ഓൺ എ ചാർട്ട്. അപ്പോൾ ഇത് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവരൊറ്റയ്ക്ക് ചെയ്ത് അവരൊറ്റയ്ക്ക് കണ്ടെത്തി പഠിക്കാം, ഒറ്റയ്ക്ക് മനസ്സിലാക്കി അവർ പഠിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇതിൽ മാപ്പ് റീഡിങ് എന്ന് പറഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗ്ലോബ് അല്ലെങ്കിൽ വേൾഡ് മാപ്പ് നമ്മൾ മാപ്പായിട്ട് തന്നെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരൊറ്റയ്ക്ക് തന്നെ അതിലെല്ലാം ഇൻഫോർമേഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കെയിൽസ് കൊടുത്തിട്ടുണ്ട്, സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് എല്ലാം അതിൽ മാർക്ക് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഫോർമേഷൻസും അവിടെ അവൈലബിൾ ആണ്. അവർക്ക് ജസ്റ്റ് അത് നോക്കി മനസ്സിലാക്കി അവർക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കി മനസ്സിലാക്കി വിത്തൗട്ട് എനി അതേഴ്സ് ഹെൽപ്പ് അവരെന്ത് ചെയ്യുക, മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുന്ന അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി. അപ്പോൾ അതുപോലുള്ളൊരു ആക്ടിവിറ്റിക്ക് ഇവിടെ എന്തായാലും ആപ്റ്റായിട്ടുള്ളത് ഏത് തന്നെയാണ്, മാപ്പ് റീഡിങ് ഫ്രം എ ഗ്ലോബ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ തന്നെയാണ്, മാപ്പ് റീഡിങ് ഫ്രം എ ഗ്ലോബ്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്തു, ഒരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടുക, യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലേ, തുടർന്ന് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ.